ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും ഫെയറി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ന്യൂ ആയിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ വേവിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ മാങ്ങ കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്, എന്ത് ടേസ്റ്റിയാ. പക്ഷെ അതുപോലെ മാവില കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന സംഭവം യൂട്യൂബിൽ ആദ്യമായിട്ടൊന്നല്ല, യൂട്യൂബിൽ പലരുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ വേണം. അപ്പോൾ നമുക്ക് മാവില പറിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതാണ്ട് മാവുണ്ട്. മാവെന്ന് പറഞ്ഞാൽ നല്ല വലിയ മാവാണ്. ആ മാവിൻ്റെ ഇലയുടെ ഒരു ചെറിയ അതിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ ഉള്ളത്. ഈ പോർഷൻ ഇതേ എൻ്റെ പട്ടി ഇവിടെ നടപ്പുണ്ട്. അവൻ ഇത് കണ്ടു, അവൻ എന്നെ കയറി പിടിക്കുകയാണ്. അപ്പോൾ സോ ഞാൻ അവനെ മാറ്റി നിർത്തി. ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് നല്ല മാവില നോക്കി പറിച്ചെടുക്കാം. പറിച്ചിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറിച്ച മാവില ജസ്റ്റ് ഇത് കണ്ടു, എനിക്ക് കാണാമെന്ന് അറിയത്തില്ല. നമ്മുടെ എന്താ അതിൻ്റെ പേര്, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ഒരു വെള്ളത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ നിന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതെടുത്ത് നല്ലൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇടാം, കീറിയിടാം. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടില്ല ഇങ്ങനത്തെ ശരിക്കും ഹാർഡായിട്ടുള്ള സ്റ്റെമ്മുണ്ട്. ഈ സ്റ്റെമ്മ് പോകാൻ വേണ്ടി നമുക്കിതിങ്ങനെ കീറിയിടാം. ഇത്രയും ഹാർഡായിട്ടുള്ള സ്റ്റെമ്മ് മാത്രം കീറിയിട്ടാൽ മതി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ കുഞ്ഞിലകളുടെ ഈ നൈസായിട്ടുള്ള സ്റ്റെമ്മ് കീറേണ്ട ആവശ്യമില്ല. അത് കീറണമെങ്കിൽ കീറാം, പക്ഷെ ഞാനിപ്പോൾ കീറുന്നില്ല. ഓക്കെ, നമുക്കിത് ഇപ്പോൾ കീറിടാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ഹാർഡായിട്ടുള്ള പോർഷൻസ് ഒക്കെ കീറിയെടുക്കാം. അപ്പോൾ ഇത് മൊത്തം ഞാൻ കീറിയെടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ മാവില കീറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ ഓർത്തത്, ഈ മാവിലയ്ക്ക് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഹെൽത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. നമുക്കിപ്പോൾ മാവല ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവല എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ ഏകദേശം ഇത്രയും മാവല ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് അരച്ചെടുക്കാം. ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി വെള്ളം ചേർക്കാണ്. ഇത് തണുത്ത വെള്ളമാണ് കേട്ടോ. കുറച്ച് ഇച്ചിരി തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്, ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ മാങ്ങയുടെ ആ ലീഫിന് ഓൾറെഡി ഇച്ചിരി പുളിയുണ്ട്, അല്ലാതെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി പഞ്ചസാരയാണ്. ഇപ്പോൾ ഞാൻ ഒരു 1 2 3 then 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അല്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പഞ്ചസാര കുറച്ച് അൺഹെൽത്തി ആണ്. അപ്പോൾ നമ്മളിത് ഹെൽത്തി ജ്യൂസ് അല്ലേ ഉണ്ടാക്കണം. ഇതിൽ തേനായാലും നമുക്ക് ഓക്കെയാണ്, മധുരം പോരെ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിനി ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മാവല ജ്യൂസിൻ്റെ ഒരു ഹാഫ് പോർഷനോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലിട്ട് എൻ്റെ കൈക്ക് ഞാൻ നല്ലോണം കഴുകിയിട്ട് ഓർത്ത് ഹൈജീനിക് ആയിട്ടൊന്നും അല്ല, ഞാൻ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മാവല ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഇല്ലാതെ ഇങ്ങനെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ മാവല ജ്യൂസ്. ഞാൻ 2 സർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന വെള്ള കളർ സാധനം മാവലയുടെ നാരങ്ങയുടെ കുരുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്തതിൽ 1 ഗ്ലാസ് ഞാൻ കുടിക്കട്ടെ. സൂപ്പറാണ്, നല്ല ഹെൽത്തിയാണ്.
ഒരു ചെറിയ കയ്പുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിലയുടെ കയ്പാണ്. അത് ഇത്തിരി കൂടി നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിനി പിന്നെ എന്താ പറയാനുള്ള, ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, കുടിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്. പിന്നെന്താ, അപ്പോൾ മുടി വളരും. പിന്നെന്താ, ഡയബറ്റീസിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവിള ജ്യൂസ് കുടിച്ചുകൊണ്ട് മുടിയും വളർത്തി ഡയബറ്റീസും ഒക്കെ അകറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കാം. അപ്പോൾ ടേക്ക് കെയർ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബൈ ഗൈസ്, ടേക്ക് കെയർ.